ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മ വിക്രത്തിന്റെ അരികിൽ നിന്നും വേഗം വരുന്നത് പ്രകാശനെ കാണാനായിട്ടാണ്. അങ്ങനെ പ്രകാശൻ അങ്ങനെ വിഷമിച്ചായിരിക്കുന്ന സമയത്ത് നിങ്ങളോ എന്നും പറഞ്ഞു വാതിൽ തുറന്നു നോക്കിയിട്ട് അമ്മയെ കാണുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിന്റെ അരികിലേക്ക് അമ്മ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് വിഷമായി എന്നൊക്കെ എനിക്കറിയാം, എന്തായാലും ഞാൻ അവൻ വിക്രത്തിനെ കാണാൻ വേണ്ടി പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അവനെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, എന്റെ മകൻ ജയിലിലായല്ലോ, അപ്പൊ അതൊക്കെ കണ്ട് സന്തോഷിക്കാനാവില്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അത് അങ്ങനെയല്ലടാ, ഞാൻ അവനെ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ അവനെ നല്ല വഴക്കൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു വേദനയാടാ, എത്രയായാലും എൻ്റെ മോൻ തന്നെയല്ലടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യമാണോ അമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേടാ, എനിക്ക് നല്ല വിഷമമുണ്ട്, എന്തായാലും അവനെ കണ്ടതിൽ എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ അമ്മ എൻ്റെ കൂടെ ഇവിടെ താമസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ താമസിക്കാം, ഇവിടെ എൻ്റെ കൂടെ 2-3 ദിവസം നിൽക്കും, എനിക്ക് ഭക്ഷണമൊക്കെ വെച്ച് തരാം, അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനെന്താ മോനെ ഞാൻ വെച്ച് തരാം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, കല്യാണി അവളെ ഇല്ലാതാക്കണം, അതിന് വേണ്ടിയിട്ട് അമ്മ എൻ്റെ കൂടെ, അമ്മ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, അവളെ ഇവിടേക്ക് കൊണ്ടുവരും, ഒരു മണിക്കൂർ അത്ര നേരം മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വരുവോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ നോക്കട്ടെ, എന്തായാലും ഞാൻ വിക്രത്തിനെതിരെ അവിടെ സാക്ഷി പറഞ്ഞത് ആ കല്യാണി പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര താല്പര്യത്തോടു കൂടി പറഞ്ഞതല്ല, എങ്കിലും അവരൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും കല്യാണി അതനുസരിക്കും, ഞാൻ നോക്കാം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് മനസ്സിൽ ഭാനുമതി അമ്മ പറയുന്നുണ്ട്, എടാ നിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, എൻ്റെ കല്യാണി മോളെ നിനക്ക് തൊടാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പ്രകാശൻ നേരെ തന്റെ മകനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ മകനെ കാണുമ്പോഴും അച്ഛനോ എന്ന് പറയാണ്. ഇപ്പൊ അമ്മൂമ്മ എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോ എന്തിനാ അവര് അച്ഛന്റെ കൂടെ, അവരെന്നെ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു, അവരൊക്കെ അവരുടെ കൂട്ടത്തിലാണെന്ന് പറയുമ്പോ ഇല്ല മോനെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അമ്മ നമ്മളോട് സ്നേഹക്കൊണ്ട് മോനെതിരെ സാക്ഷി പറഞ്ഞതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, അമ്മ എന്തായാലും കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കല്യാണി ഇല്ലാതാക്കാൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് മോനെ എന്ന് പറയാണ്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ട ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന നമ്മുടെ വിക്രത്തിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവര് പ്രകാശൻ അവിടെ നിന്നും വരികയാണ്. അങ്ങനെ വേഗം വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടീസ്പൂണൊക്കെ എടുത്തിട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എത്ര നാളായി അമ്മയുടെ ഭക്ഷണം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്, എന്തായാലും അപ്പൊ അമ്മ പറയുന്നുണ്ട്, മീൻ വറുത്തതും മീൻ വെച്ചതും അതുപോലെ അവിയലും എല്ലാ സാധനങ്ങളും ഉണ്ട് മോനെ എന്ന് പറയാണ്. അപ്പൊ എന്തായാലും നല്ല സാധ്യത 2-3 ദിവസം അമ്മ ഇവിടെ നിൽക്കണം, എന്നിട്ട് ആ കല്യാണി ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം അമ്മ എന്ന് പറയുമ്പോൾ എന്തായാലും പ്രകാശന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. പ്രകാശൻ നല്ല രുചിയോട് കൂടി ആ ഭക്ഷണം കഴിക്കുകയാണ്. അമ്മൂമ്മയാണെങ്കിൽ അരികിൽ വന്നിരിക്കുന്നുണ്ട്. എന്തായാലും പ്രകാശനെ നല്ല രീതിയിൽ പെടുത്തി അവന്റെ അപകടപ്പെടുത്താൻ തന്നെയാണ് ഭാനുമതി അമ്മ കൂടെ കൂടിയിട്ടുള്ളത്. അങ്ങനെ പ്രകാശനാണെങ്കിൽ സ്വന്തം അമ്മയെ വിശ്വസിച്ച് പോവുകയാണ്. എന്നിട്ട് കല്യാണിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രകാശന്റെ കാല് രണ്ടും തല്ലി ഒടിക്കുന്നുണ്ട് നമ്മുടെ ഭാനുമതി അമ്മ. അങ്ങനെയെങ്കിലും തന്റെ ഈ ഒരു ജന്മം കൊണ്ട് കല്യാണിക്കും കിരണ് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഭാനുമതി അമ്മ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇങ്ങനെ ഒരു എപ്പിസോഡിനൊക്കെ ആയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.